ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തല സഭാ മേലധ്യക്ഷന്മാരെ കാണാൻ പോയി എന്നുള്ള വാർത്തകൾ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല ഇത്തരത്തിൽ NSSന്റെ ആസ്ഥാനത്തും സന്ദർശിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ വരുമ്പോൾ ഇതിനെതിരെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിക്കുന്ന ഒരു രീതിയുണ്ട്. അദ്ദേഹം പറയുന്നത് വർഗീയതയാണ് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ ഇത്തരത്തിൽ സഭാ മേലധ്യക്ഷന്മാരെ കാണാൻ പോകുന്നതിൽ തെറ്റെന്താണ് എന്നാണ് അദ്ദേഹം എടുത്തു ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന കോൺഗ്രസിന്റെ ഓരോ നീക്കങ്ങളെയും വളച്ചൊടിക്കാൻ ശ്രമിക്കുന്ന CPMന്റെ തന്ത്രങ്ങളെ അല്ലെങ്കിൽ CPMന്റെ ഓരോ നീക്കങ്ങളെയും കൃത്യമായി വിമർശിച്ചുകൊണ്ടാണ് വി ഡി സതീശൻ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അദ്ദേഹം CPMന്റെ ഭാഗത്തു നിന്നുള്ള ഓരോ കുറവുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഈ പറയുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റർവ്യൂ മോഹൻലാൽ നമ്മൾ രാവിലെ ചർച്ച ചെയ്തതുപോലെ മോഹൻലാലും ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടെയുള്ള ഇന്റർവ്യൂവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. വർഗീയതയും ഈ പറയുന്ന സഭാ മേലധ്യക്ഷന്മാരെ കാണാൻ പോകുന്നതും ഒന്ന് തന്നെയാണോ? ഒരിക്കലും അല്ല. വർഗീയത എന്ന രീതിയിൽ നമ്മൾ കാണേണ്ട കാര്യമില്ല. സഭാ മേലധ്യക്ഷന്മാരെ കാണാൻ പോകുന്നത് സാധാരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരത്തിൽ ഇപ്പൊ CPM പിണറായി വിജയൻ തന്നെ എത്രയെങ്കിലും തവണ വർഗീയ ഇപ്പം വെള്ളപ്പള്ളി നടേശനെ കൂടെ കൊണ്ടു കിടക്കുന്ന അദ്ദേഹമല്ലേ. ഈ പറയുന്നതിൽ എന്തർത്ഥം? CPM അവർക്കാകാം ഇവർക്കാകാൻ പാടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും. അപ്പൊ അത് വർഗീയതയൊന്നുമല്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരത്തിൽ സഭാ മേലധ്യക്ഷന്മാരെ കാണുന്നത് പുത്തരിയല്ല. ഇപ്പം ജമാഅത്തിന്റെ നേതാക്കള്, സുന്നി വിഭാഗത്തിൻ്റെത്, അല്ലെങ്കിൽ പോട്ടെ മുസ്ലിം ലീഗിൽ തന്നെ മുസ്ലിം ലീഗുമായി യോജിക്കാതെ നിൽക്കുന്ന മറ്റു മുസ്ലിം സംഘടനകൾ, ഇവരെയൊക്കെ കാണുന്ന ആരാണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെ തീർച്ചയായിട്ടും അവരെല്ലാം കാണാൻ വരുന്നുണ്ട്. ഇപ്പോൾ അതിനൊരു ചെറിയ ഉദാഹരണം, ബേപ്പൂരിൽ PV അൻവർ സ്ഥാനാർത്ഥി, അതിന് തൊട്ടു പിന്നാലെ തന്നെ മുഹമ്മദ് റിയാസ് ഇത്തരത്തിൽ കാന്തപുരം ഉസ്താദിനെ പോയി കണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മാധ്യമങ്ങൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് എന്തുമാകാം, അവർക്ക് ആരെയും പോയി കാണാം, അതിന് ഓരോ ന്യായീകരണങ്ങളും ഉണ്ട്. അവിടെ രാഷ്ട്രീയം വിഷയമല്ല. പക്ഷേ ഇവിടെ കോൺഗ്രസ് എന്ത് ചെയ്താലും കോൺഗ്രസിന്റെ നേതാക്കന്മാർ ആരെ കാണുന്നു, ആരോട് സംസാരിക്കുന്നു, അതിൽ രാഷ്ട്രീയം സംസാരിക്കുന്നു. അപ്പോൾ രാഷ്ട്രീയം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ വിജയത്തിന് വേണ്ടിയാണ് ഈ പറയുന്ന സഭാ മേലധ്യക്ഷന്മാരെ പോയി കണ്ട് അവരോട് സ്നേഹം കാണിക്കുന്നത്, ഇതൊക്കെ വെറും അഭിനയമാണ് എന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിക്കുകയാണ് CPM ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കൃത്യമായി പറഞ്ഞാൽ ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ എന്ന ഒരു വ്യക്തിയെ സമുദായ നേതാവ് എന്നതിനേക്കാൾ ഒരു വിഷം തുപ്പുന്ന നാവുമായി മുന്നോട്ട് പോകുന്ന പിണറായിയുടെ നാവായി മാറിയ വെള്ളാപ്പള്ളി നടേശനെ കൂടെ കൊണ്ടു നടക്കുന്നതിൽ തെറ്റില്ല, NSSന്റെ ആസ്ഥാനത്ത് പോയതിലാണ് തെറ്റുള്ളത് എന്ന് പറയുമ്പോൾ അവിടെ ലോജിക്ക് നമുക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അല്ല ഹർഷ, ഇതിനകത്തെ ഇത് തമ്മിലടുപ്പിക്കുന്നതിന്റെ ഒരു തന്ത്രമാണ്. അത് വി ഡി സതീശനോട് രമേശ് പോയതിനെ കുറിച്ച് ചോദിക്കുക, രമേശിനോട് വി ഡി സതീശൻ പോയതിനെ കുറിച്ച് ചോദിക്കുക. ഇതെന്ന് പറയുന്നത് തമ്മിലടുപ്പിക്കല. ഇപ്പൊ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹം വർഗീയതയ്ക്ക് എതിരാണെന്ന് പച്ചയ്ക്ക് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹത്തിന് ഈ പറയുന്ന മതമേലധ്യക്ഷന്മാർക്ക് പ്രത്യേകിച്ച് ഇപ്പൊ NSSന്റെ സുകുമാരൻ നായർ സാറിനായിരുന്നാലും സുകുമാരൻ ചേട്ടനായാലും വെള്ളാപ്പള്ളി മുതലാളിക്കായാലും എന്തുകൊണ്ടാണ് ഇഷ്ടമല്ലാത്തത്? അദ്ദേഹം വർഗീയതയെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരാളിൻ്റെ അടുത്ത് നിന്ന് രമേശിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴുകയാണെങ്കിൽ, കാര്യം ഇവർ പറഞ്ഞു വരുത്തുന്ന കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ആശയപരമായ പ്രശ്നമാണ്. കാര്യം അങ്ങനെയാണല്ലോ, അത്തരത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണല്ലോ ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തനം എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് തീർച്ചയായിട്ടും അവിടെയും കൃത്യമായ ഒരു മറുപടി വി ഡി സതീശൻ നൽകുന്നുണ്ട്. അതാണ് തന്റെ നേതാവാണ് രമേശ് ചെന്നിത്തല എന്ന് അദ്ദേഹം ഉറച്ചു പറയുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന NSSനെ അനുനയിപ്പിച്ച് ചേർക്കാൻ കോൺഗ്രസ് ഇതിനു മുൻപും ഇത്തരത്തിൽ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതെ. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന സഭയെ ചേർത്ത് പിടിക്കുന്നത്. അതിപ്പോൾ കോൺഗ്രസ് ചേർത്ത് പിടിക്കുമ്പോൾ തെറ്റാകുന്നതും CPM ചേർത്ത് പിടിക്കുമ്പോൾ ന്യായമാകുന്നതും എവിടെയെന്നാണ് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ ഈ ഒരു നീക്കങ്ങൾക്ക് കൃത്യമായി കോൺഗ്രസിനകത്ത് മറുപടിയുണ്ട്. അവർ സംസാരിച്ചത് രാഷ്ട്രീയമല്ല എന്നുള്ള കൃത്യമായ ബോധ്യം കോൺഗ്രസിനകത്തുണ്ട്. ഇനിയിപ്പോൾ രാഷ്ട്രീയം സംസാരിച്ചാലും അവിടെ തെറ്റു പറയാനില്ല. ഇതിന് ഈ പറയുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട CPMന് എന്തും ചെയ്യാം, ഏത് തരത്തിൽ PR ചെയ്യാം, ആരുടെ കാലും പിടിക്കാം, ആരുടെ വോട്ട് പിടിക്കാൻ. ഇപ്പോൾ ഈ പറയുന്ന ന്യൂനപക്ഷത്തിന്റെ വോട്ട് പിടിക്കാൻ വേണ്ടിയാണ് വെള്ളാപ്പള്ളി ചേർത്തുകൊണ്ട് നടക്കുന്നത് എന്നുള്ള വാർത്തകളൊക്കെ പറയാം. ഈ ജമാഅത്തിന്റെ വോട്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഹാലുളവിയത് ആർക്കാണ്? ഈ AK ബാലന്റെ പ്രസ്താവനയൊക്കെ നമുക്ക് ഓർമ്മയില്ലേ? അടുത്ത UDF ഭരണത്തിൽ വന്നാൽ ഇവിടെ ആഭ്യന്തരം ഭരിക്കാൻ പോകുന്നത് ജമാഅത്താണെന്ന് പറഞ്ഞ ആളാണ് AK ബാലൻ. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് ഈ പറയുന്ന പോലെ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ജമാഅത്തുമായിട്ട് ഇവർക്കൊരു വിഷയം ഉണ്ടായിരുന്നില്ലേ? ജമാഅത്തുമായിട്ട് ഇവർ ഇത്രയും കാലം ജമാഅത്തിന്റെ വോട്ട് ഇവർക്കല്ലേ കിട്ടിയിരുന്നത്? അത് ബോധപൂർവം പർപ്പസ്ഫുള്ളി പാർട്ടി പറഞ്ഞു പറയിച്ച പോലെയാണ് AK ബാലൻ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ബൂത്തിൽ 10 വോട്ട് പോലും ഇല്ലാത്ത ജമാഅത്തി പോട്ട് 50 വോട്ട് പോലും ജമാഅത്തി എന്ത് ചെയ്യാനാണ് പോകണം? അപ്പൊ അവരെ ഇവർക്ക് അന്ന് കൂടെ നിർത്താൻ ഇവർക്ക് വേണമായിരുന്നു അല്ലെ? ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ മതമേലധ്യക്ഷന്മാരെ കാണാൻ പോകുന്നതിൽ എന്ത് തെറ്റ് എന്ന് രമേശ് പോയി എന്ന് വി ഡി സതീശനോട് ചോദിക്കുമ്പോൾ, വി ഡി സതീശൻ എന്ന വ്യക്തി വർഗീയതയെ എതിർക്കുന്ന ആളാണ്, രമേശ് വർഗീയതയ്ക്ക് കൂടെ നിൽക്കുന്ന ആളാണോ എന്ന് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീണാൽ അത് വെച്ച് ബൗൺസ് ചെയ്ത് അടുത്തൊരു കഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രീതിയിൽ മിക്കവാറും കൈരളിയായിരിക്കാം ആ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ദേശാഭിമാനി ആയിരിക്കാം. അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇനിയിപ്പോൾ ഇതിനകത്തൊരു സ്പ്ലിറ്റ്
ഇനി കോൺഗ്രസിനകത്തൊരു ധാരണ കേരള നേതാക്കൾക്കിടയിൽ ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ട്. വി ഡി സതീശൻ എന്ന നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയാം, രമേശിന്റെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് അറിയാം, അല്ലെങ്കിൽ പോട്ടെ ബാക്കി ഇനി ആരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും വി ഡി സതീശന് അറിയാം. അത് കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ല എന്ന് ഇതുവരെയുള്ള നീക്കത്തിലൂടെ CPM അത് മനസ്സിലാക്കുന്നുണ്ട്. CPMന്റെ ജാഥകളെല്ലാം പൊളിഞ്ഞ് പോലീസ് ആയതിൻ്റെ അതിൻ്റെ ഒരു ഇതും കൂടെ അവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ അവർക്ക് എന്തുമാകാം, അവർക്ക് ഇത് തിരഞ്ഞെടുപ്പ് കാലം എന്ന് പറയുമ്പോൾ മതമേലധ്യക്ഷന്മാരെ ആരെയും കാണും. ഒരു വോട്ടായാലും ഒരു വോട്ടുള്ളവരെ പോലും അതിന് ഏത് ജാതിയായാലും ഏത് മതമായാലും കാണാൻ പോകുന്ന രാഷ്ട്രീയത്തിലുള്ളതാണ്. അതിലൊന്നും ഒരു പുതുമയില്ല. ഇത് മിക്കവാറും കൈരളിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പറയുന്ന ദേശാഭിമാനിയോ ഒക്കെ ഇദ്ദേഹത്തിന്റെ വായിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും കിട്ടുമോ എന്നറിയാൻ വേണ്ടി ചോദിച്ചെന്ന് മാത്രമേ എനിക്ക് തോന്നുള്ളൂ. അതായത് സതീശന്റെ വായിൽ നിന്ന് രമേശിനെതിരെ എന്തെങ്കിലും കിട്ടുമോ, അല്ലെങ്കിൽ ഇനി KCയെ കുറിച്ച് ഇനി എന്തെങ്കിലും വേറെ പറയാനോ, അപ്പം തമ്മിലടിപ്പില്ല. അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു ചോദ്യങ്ങൾ ചോദിച്ചതെങ്കിൽ കൃത്യമായി വി ഡി സതീശന്റെ വായിൽ കൈയിട്ട് കടി വാങ്ങിച്ചു എന്ന് പറയുന്നത് പോലെ വി ഡി സതീശൻ അതിനുള്ള മറുപടിയോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കാരണം JB കോശി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം 3 വർഷം 2023 നൽകിയ ഈ ഒരു JB കോശി കമ്മീഷൻ ഇപ്പോൾ ഈ ഒരു അവസാന കാലഘട്ടത്തിൽ എന്തിന് അംഗീകരിച്ചു എന്നുള്ളത് വലിയൊരു ചോദ്യമായി തന്നെ നിൽക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ പറയുന്നത് പോലെ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടെ പറയാം ഹർഷ, ഈ പറയുന്ന ഈ JB കോശി കമ്മീഷൻ എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ വോട്ടിനാണ്. ഇപ്പൊ ക്രിസ്ത്യൻ വോട്ടാണ് അവർ മെയിൻ ആയിട്ട് നോക്കുന്നത്. അത് തയ്യാറാക്കിയ ജസ്റ്റിസ് തന്നെ, കോശി എന്ന് പറയുന്ന ആ ജസ്റ്റിസ് തന്നെ പറഞ്ഞു, ഈ പറയുന്ന റിപ്പോർട്ട് കൊടുത്തില്ല, എനിക്ക് രാഷ്ട്രീയമില്ല, ഞാനിത് കൊടുത്തിട്ട് കാലങ്ങളായി എന്ന് പറയുന്നുണ്ട്. അത് ക്രിസ്ത്യൻ വോട്ട് ലാക്കാക്കിയുള്ള ഇത് ഇറങ്ങാൻ പോകുമ്പോൾ അടുത്ത ഇനി വീണ്ടും കയറുന്നതിന് മുമ്പുള്ള ഒരു നമ്പറാണിത് ഈ സംഭവം എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത് ഒന്നുകൂടെ നമ്മൾ വിട്ടുപോയല്ല, നമ്മൾ പറഞ്ഞു പോയത് തന്നെയാണ്, കഴിഞ്ഞ സംസാരത്തിൽ നമ്മൾ പറഞ്ഞു പോയതാണ് ഈ PSC റാങ്ക് ലിസ്റ്റ്. PSC റാങ്ക് ലിസ്റ്റിൽ എത്ര പേര് സമരം നമ്മൾ കണ്ടതല്ല. അത് നമ്മൾ ആലോചിക്കണം. പിൻവാതിൽ നിയമനത്തിലൂടെ എത്രയോ പേരെ കുത്തിത്തിരികിയ സർക്കാരാണ്. എത്രയോ ലക്ഷം പേര് പല എന്നിട്ടിപ്പോൾ ഈ പറയുന്ന PSCക്ക് അപേക്ഷിക്കാനുള്ള പ്രായം 40 വയസ്സും അതുപോലെ തന്നെ OBC ആണെങ്കിൽ 43 വയസ്സ്, 45 വരെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സർക്കാരാണ് ഈ പറയുന്നത് പോലെ കോൺഗ്രസിനെ ചോദ്യം ചെയ്യാൻ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സർക്കാർ അനുകൂലികളായ മാധ്യമങ്ങളാണ് കോൺഗ്രസിനെ ചോദ്യം ചെയ്യാൻ വരുന്നത്. നമുക്ക് കാത്തിരിക്കാം. എന്തെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു വെക്കുക, കോൺഗ്രസ് പഴയ കോൺഗ്രസ് അല്ല. അവരെ സംബന്ധിച്ച് ഭരണത്തിലേക്ക് തിരികെ വരേണ്ടത് എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും അവർ ഒരുമിച്ച് നിൽക്കും എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പൊ ഈ നടത്തിയിരിക്കുന്ന യാത്രകളിലുടനീളമുള്ള വിജയം അല്ലേ. കോൺഗ്രസിനെ ഒന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്ന ആ ശ്രമം ഇവർ വിചാരിക്കുന്ന രീതിയിൽ ഇവർ വിചാരിക്കുന്ന കടവത്ത് ആ വഞ്ചി കൊണ്ട് കെട്ടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇതുപോലെ തന്നെയാണ് ഈ പറയുന്ന വി ഡി സതീശന്റെ മറ്റൊരു പ്രസ്താവന കൂടി ഉണ്ടായിരുന്നു. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മോഹൻലാൽ മുഖ്യമന്ത്രിയായുള്ള ഇന്റർവ്യൂവിനെ കുറിച്ച് അദ്ദേഹം അതിന് വളരെ പക്വമായ ഒരു മറുപടിയാണ് നൽകിയിട്ടുള്ളത്. കാരണം അങ്ങനെ ഒരു ഇന്റർവ്യൂ നടത്തിയതിൽ എന്താണ് തെറ്റുള്ളതെന്ന് കൃത്യമായി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. തെറ്റില്ല, കാരണം ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ഇന്റർവ്യൂ ഉമ്മൻചാണ്ടി മോഹൻലാലുമായിട്ടുണ്ടായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ അത് ഈ പറയുന്നത് പോലെ PR വർക്ക് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. പിന്നെ PR ചെയ്യുന്നതിൽ തെറ്റില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പേരെങ്കിലും ഒന്ന് മാറ്റാമായിരുന്നു എന്നുള്ളത് അത് മറ്റൊരു യാഥാർത്ഥ്യം. അന്ന് ഉമ്മൻചാണ്ടിയുമായി ഈ പറയുന്ന മോഹൻലാൽ ഇന്റർവ്യൂ നടത്തിയപ്പോൾ എന്തായിരുന്നു പേരിട്ടത്, അത് തന്നെ വീണ്ടും ഇവിടെ കൊണ്ടുവന്നിടുന്നതിന്റെ ലോജിക് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്ത് തന്നെയാണെങ്കിലും അത് വളരെ മികച്ച ഒരു PR വർക്കായി മാറിയിട്ടുണ്ട്. കോൺഗ്രസും അതിനെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിലുള്ള ലക്ഷ്യം എന്താണ് എന്നുള്ളതാണ് പ്രധാനമായ ചോദ്യം. പിന്നെ പറയുന്നത് ഈ പറയുന്നത് പോലെ ഡാറ്റയുമായി ബന്ധപ്പെട്ടുള്ള വിവരം, അത് പ്രധാനമായും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് സർക്കാരിന് ഇപ്പോൾ ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ അല്ലെങ്കിൽ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി കോടതിയുടെ നിരീക്ഷണത്തിൽ എത്തുന്നുണ്ട്, കൃത്യമായി കോടതി വിമർശിക്കുന്നുണ്ട്, ജനങ്ങൾ അത് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തങ്ങൾക്ക് എപ്പോഴും ഈ തെറ്റുകൾ സംഭവിക്കുമ്പോൾ കോൺഗ്രസിനും എന്തെങ്കിലുമൊക്കെ തെറ്റ് വേണമല്ലോ, കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കി സൂക്ഷ്മദർശിനിയുമായി വെച്ചിരിക്കുന്ന CPMന്റെ ഈ പറയുന്ന സൈബർ ഹാൻഡിലുകളാണ് ഇപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ രമേശ് ചെന്നിത്തലയുടെ ഈ ഒരു സഭാ മേലധ്യക്ഷന്മാരോടുള്ള സന്ദർശനമാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്. എന്തായാലും ആദ്യം ആ ഒരു സൂക്ഷ്മദർശിനി തിരിച്ചു വെച്ച് സ്വന്തം പാർട്ടിയിലെ ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ തിരുത്തി പോവുകയാണെങ്കിൽ ഇപ്പോൾ കിട്ടുന്ന PR-നേക്കാൾ കൂടുതൽ കിട്ടുന്ന ട്രോളുകളൊന്നും കുറക്കാൻ സാധിക്കും എന്നുള്ളത് കൂടി ഇവർ ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. രമേശ് ചെന്നിത്തലയ്ക്ക് പിന്നാലെ പോകുമ്പോഴും വി ഡി സതീശന് പിന്നാലെ പോകുമ്പോഴും നിങ്ങൾ കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളും അവർക്ക് തന്നെ PR ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് CPM നൽകുന്ന ശമ്പളത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ PR ചെയ്യുന്നത് കോൺഗ്രസിനാണ് എന്നുള്ളത് മറക്കരുത്.